ഈസാ അലൈഹി സ്വലാത്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ഷുബിഹലും അതിൽ നിന്ന് ഒരു ആൾമാറാട്ട സംഭവം, ഒരു വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ് കൊണ്ടുവരുന്നത്. അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ല ക്രൂശിച്ചത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ സമയത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരവും രൂപവുമെല്ലാം മറ്റൊരു വ്യക്തിക്ക്, എന്നിട്ട് അവർ പറയുന്നത് അത് യൂദാസ് ആയിരിക്കാമെന്നാണ് പറയുന്നത്. ഈസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് വമാഖത്തുലൂഹു, അദ്ദേഹത്തെ അവർ വധിച്ചിട്ടില്ല, വമാ സ്വലബൂഹു, അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശുബ്ബിഹ എന്ന് പറയുന്നത്. അപ്പം ഈ ശുബ്ബിഹ എന്നുള്ളിടത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ വേറൊരാളായി എന്നുള്ള ഇത് ആ ആളെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് അയാളുടെ പേരും അഡ്രസ്സും പറയേണ്ട ആവശ്യമില്ല, അതൊന്നും വിശുദ്ധ ഖുർആൻ്റെ ഫോക്കൽ പോയിന്റ് അല്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു സിദ്ധാന്തം വേറൊരാൾ അവിടെ വന്നിട്ടുണ്ട്, അയാൾക്കാണ് ഈ റിസംബ്ലൻസ് കിട്ടി, അയാളെയാണ് എല്ലാവരും ക്രൂശിച്ചതെന്ന് പറയുമ്പോൾ ആ ഒരു സിദ്ധാന്തം ഈ വലാക്കിൻ ശുബ്ബിഹ ലഹും എന്നുള്ള ഖുർആൻ്റെ വാക്യത്തിൽ നിന്ന് പോസിബിൾ ആവണ്ട, അങ്ങനെ ഒരു അർത്ഥം അതിൽ നിന്ന് കിട്ടണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രക്തം വാർന്നൊലിക്കുകയും ബോധരഹിതനാവുകയും അതുപോലെ തന്നെ സൗർ ഗുഹയിൽ ശത്രുക്കൾ എടുത്തെത്തുമ്പോഴും അപ്പോഴും അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട്, അള്ളാഹു മക്ർ ചെയ്തിട്ടുണ്ട്, അള്ളാഹു അവിടെ ആകാശത്തിലേക്ക് ഉയർത്തുകയല്ല ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ എന്താ പറയുക ഒരുപാട് കഥകൾ ഉള്ളത് പരിശോധിച്ചാൽ യൂദാസ് എന്ന് മാത്രമൊന്നുമല്ല പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ ഒരു ഹവാരിയാണ് അത്, അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു അനുയായിയാണ് അത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും അതിന് അർഹനാണെന്നാണ് പറയുന്നത്. ഈസാ നബി ആകാശത്തേക്ക് പോയി എന്നുള്ള വിഷയത്തിൽ ഇജ്മാ ഉണ്ടെന്നാണ് അഹ്ലുസുന്നത്തിന്റെ. പക്ഷേ അഹ്ലുസുന്നത്തിന്റെ അഭിപ്രായം തന്നെ ഇതിൽ പലതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പക്ഷെ അള്ളാഹു അദ്ദേഹത്തെ ഇല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ഷൻ പറഞ്ഞിരിക്കുകയാണ്, തന്നിലേക്ക് ഉയർത്തി. അപ്പോൾ ഇല എന്ന് പറയുമ്പോൾ അത് ആകാശമാണ്, അള്ളാഹു ആകാശത്തിരിപ്പാണ് എന്ന് അവർ പറയുന്നു. ഈ നമ്മുടെ സബ്ജക്റ്റ് ഓഫ് കണ്ടൻഷൻ ആയിട്ടുള്ള ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിച്ചെടുത്തൊന്നും തന്നെ റഫ എന്നുള്ളത് അള്ളാഹു ഉപയോഗിക്കുമ്പോഴൊന്നും തന്നെ ഈ ഒരു കാര്യം വരുന്നില്ല. ഇദ്രീസ് നബിയുടെ കാര്യം നമ്മൾ പറഞ്ഞു, റഫഅനഹു മക്കാനൻ അലിയ. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ബലാംബാവറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വലൗ ശിഅ്നാ ലറഫഅനാഹു ബിഹാ വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഈ ചാനലിൽ നിന്ന് വിശുദ്ധ ഖുർആനിൽ ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു എന്ന് സ്ഥാപിക്കുന്ന പല വിശദീകരണങ്ങളും അതുപോലെ തന്നെ ആയത്തുകളും അതുപോലെ തന്നെ ഹദീസുകളുടെ വെളിച്ചത്തിലും നമ്മൾ സ്ഥാപിച്ചിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ഇറക്കിയിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ വന്നതിന് ശേഷം അൺമാസ്കിംഗ് അനോമലീസ് എന്നുള്ള ഒരു ചാനലിൽ നിന്ന് അതിന് മറുപടി ആയിക്കൊണ്ട് ഒരു വീഡിയോയിൽ പല ന്യായങ്ങളും അവർ വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് അവരുടെ ആ ഒരു വീഡിയോ സംബന്ധിച്ച്, അവർ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഉസാം സാഹിബ്, നമ്മൾ ആ ഒരു വീഡിയോയിൽ ഹസ്രത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് പല ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അള്ളാഹു തവഫി എന്നുള്ള വാക്ക് ഇന്നി മുത്തവഫീക എന്നും പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ഫലമ്മാ തവഫൈതനി എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ട് ഭാഗത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചു പോയിട്ടുണ്ട് എന്ന് ആ തവഫി എന്നുള്ള വാക്കിൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ 23 ഭാഗങ്ങൾ വിശുദ്ധ ഖുർആനിൽ തവഫി എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ എല്ലാ സ്ഥലത്തും മരണം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് അവിടെ എല്ലാ സ്ഥലത്തും വന്നിട്ടുള്ളത്. അപ്പോൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആത്മാവിൽ നിന്ന് ശരീരത്തിനെ വേർപെടുത്തുക, തീർച്ചയായിട്ടും, അതായത് ശരീരത്തെയും കൂടി പിടിച്ചെടുക്കുന്ന ഒരു അർത്ഥം എവിടെയൊന്നും കിട്ടില്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞു. തീർച്ചയായിട്ടും ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആകാശത്തേക്ക് കൊണ്ടുപോയി എന്നുള്ള വാദം ഒരിക്കലും വിശുദ്ധ ഖുർആനിൽ നിന്ന് സ്ഥാപിതമാകുന്നില്ല. പക്ഷേ മറിച്ച് ഈസാ അലൈഹി സ്വലാം വഫാത്തായി എന്ന് ഹദീസുകളുടെ വെളിച്ചത്തിലും അതുപോലെ തന്നെ ഖുർആൻ്റെ വെളിച്ചത്തിലും അതിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഒരു നമ്മുടെ ആ ഒരു തെളിവുകൾ, വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകൾ, അതിനെന്താണ് മറുപടി ഒന്നും പറയാതെ മറ്റു ചില ന്യായീകരണങ്ങളുമായിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അവർ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ അവർ ആദ്യമായിട്ട് പറയുന്നൊരു കാര്യമെന്ന് അവർ ഷുബ്ബിഹലഹും എന്ന് ഈസാ അലൈഹി സ്വലാത്തുവിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്നു. അള്ളാഹു ഷുബ്ബിഹലും അതിൽ നിന്ന് ഒരു ആൾമാറാട്ട സംഭവം, ഒരു വിചിത്രമായിട്ടുള്ളൊരു സംഭവമാണ് കൊണ്ടുവരുന്നത്. അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അല്ല ക്രൂശിച്ചത്. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ക്രൂശിക്കാൻ കൊണ്ടുപോയപ്പോൾ ആ സമയത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരവും രൂപവുമെല്ലാം മറ്റൊരു വ്യക്തിക്ക്, എന്നിട്ട് അവർ പറയുന്നത് അത് യൂദാസ് ആയിരിക്കാമെന്നാണ് പറയുന്നത്. അവർ അനുമാനിക്കുകയാണ്, അവർക്കും ഉറപ്പില്ല അത് യൂദാസ് ആയിരിക്കുമോ എന്ന്. അപ്പോൾ അത് യൂദാസ് ആയിരിക്കാം. അങ്ങനെ യൂദാസിനെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം എന്നുള്ള ഒരു പ്രവാചകൻ്റെ ശരീരവും അതുപോലെ തന്നെ മുഖവും ഭാവവും എല്ലാം നൽകിയിട്ട് യൂദാസിനെ ക്രൂശിക്കുകയും, അപ്പോഴും യൂദാസ് പറയുന്നില്ല കേട്ടോ, ഞാൻ ഈസ അല്ല, ഞാൻ യൂദാസാണെന്നും പറയുന്നില്ല. അപ്പോൾ യൂദാസിനെ ക്രൂശിക്കുകയും പിന്നെ ആ യൂദാസിൻ്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളും അതുപോലെ തന്നെ മറിയം അലൈഹി ഇസ്ലാമും എല്ലാം കരഞ്ഞു എന്നുള്ള വിശ്വാസം വളരെയധികം വിഡ്ഢിത്തപരമായിട്ടുള്ള വിശ്വാസമാണ്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് ഷുബ്ബിഹലഹും എന്നുള്ള വാക്കിൽ നിന്ന് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീരം മറ്റൊരു വ്യക്തിക്ക് നൽകി എന്നുള്ള ഒരു വിശ്വാസം, അത് എത്രത്തോളം അത് ശരിയാണ്? ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്.
അതായത് ശുബിഹ എന്ന് പറയുമ്പോൾ ഇവിടെ പാസീവ് വോയിസ് ആണ് വരുന്നത്. പാസീവ് വോയിസ് എന്ന് മാത്രമല്ല ഇവിടെ പ്രൊണൗണാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഉള്ളിൽ ശുബിഹ എന്ന് പറയുമ്പോൾ ദമീർ മുസ്തത്തിറ എന്ന് പറയും, പ്രൊണൗൺ ഹിഡൻ ആയിട്ടാണുള്ളത്. അപ്പോൾ ഈ ഒരു പ്രൊണൗൺ ഉണ്ടെങ്കിൽ ആ പ്രൊണൗൺ എങ്ങോട്ടെങ്കിലും ഡയറക്റ്റ് ആണ്. ആ പ്രൊണൗൺ കൊണ്ട് ആരാണ് ഉദ്ദേശിക്കുന്നതെന്ന് അവിടെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കണം. ഈ ഒരു കോണ്ടെക്സ്റ്റ് നോക്കുമ്പോൾ അങ്ങനെ ഒരു മെൻഷൻ നമുക്ക് കാണാൻ സാധിക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. വഖൗലിഹിം ഇന്നാ ഖത്തൽനൽ മസീഹ ഈസ ഇബ്ന മറിയമ റസൂലല്ലാഹ്. ഈസാ നബിയെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷമാണ് വമാ ഖത്തലൂഹു അദ്ദേഹത്തെ അവർ വധിച്ചിട്ടില്ല, വമാ സ്വലബൂഹു അദ്ദേഹത്തെ അവർ ക്രൂശിച്ചിട്ടില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് ശുബിഹ എന്ന് പറയുന്നത്. അപ്പം ഈ ശുബിഹ എന്നുള്ളിടത്ത് എത്തുമ്പോഴത്തേക്ക് അവിടെ വേറൊരാളായി എന്നുള്ള ഇത് ആ ആളെ സംബന്ധിച്ച് പറയേണ്ട ആവശ്യമില്ല, അത് അയാളുടെ പേരും അഡ്രസ്സും പറയേണ്ട ആവശ്യമില്ല, അതൊന്നും വിശുദ്ധ ഖുർആൻ്റെ ഫോക്കൽ പോയിൻ്റ് അല്ല എന്ന് പറയുമ്പം ഇങ്ങനെ ഒരു സിദ്ധാന്തം വേറൊരാൾ അവിടെ വന്നിട്ടുണ്ട്, അയാൾക്കാണ് ഈ റിസംബ്ലൻസ് കിട്ടി, അയാളെയാണ് എല്ലാവരും ക്രൂശിച്ചതെന്ന് പറയുമ്പം ആ ഒരു സിദ്ധാന്തം ഈ വലാക്കിൻ ശുബിഹ ലഹും എന്നുള്ള ഖുർആൻ്റെ വാക്യത്തിൽ നിന്ന് ഇത് പോസിബിൾ ആവണ്ട, അങ്ങനെ ഒരു അർത്ഥം അതിൽ നിന്ന് കിട്ടണ്ടേ, ഭാഷാപരമായിട്ട് കിട്ടണം. അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരിക്കലും തന്നെ ഭാഷാപരമായിട്ട് ശരിയാവുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരാൾ ആ ഭാഗത്ത് വന്നു എന്നുള്ളത് ഒരു രീതിയിലും ഈ ശുബിഹ എന്നുള്ള വാക്കിൽ നിന്ന്, ശുബിഹ ലഹും എന്നുള്ള വാക്കിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. രണ്ടാമത്തെ കാര്യം, ഈ രീതിയിലുള്ള ഈ സബ്സ്റ്റിറ്റ്യൂഷൻ തിയറി ഇത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇങ്ങനെ ഒരു രീതിയിലും നമുക്ക് കിട്ടുന്നില്ല എന്ന് വളരെ വ്യക്തമായിട്ട് ബഹ്റുൽ മുഹീത്ത്, തഫ്സീർ ബഹ്റുൽ മുഹീത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഈ ഒരു സിദ്ധാന്തം വേറൊരാൾക്ക് അള്ളാഹു ഈസാ നബിയുടെ റിസംബ്ലൻസ് നൽകി എന്നുള്ളത് നമുക്ക് സ്ഥിരപ്പെടുന്നില്ല. അത് സഹീഹ് ലം യസിഹ് എന്നാണ് പറയുന്നത്. ലം യസിഹ് അൻ റസൂലില്ല, റസൂലുള്ളാഹിൽ നിന്നും അത് നമുക്ക് സ്ഥാപിതമാകുന്നില്ല, അതുകൊണ്ട് തന്നെ അത് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം വിശുദ്ധ ഖുർആൻ്റെ പിൻബലമില്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിൻബലമില്ല, ഭാഷാപരമായിട്ട് നോക്കുമ്പോഴും അതിന് യാതൊരു അടിസ്ഥാനമില്ല. നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായിട്ടുള്ള നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിനും ജീവിതത്തിൽ ഇങ്ങനത്തെ പല അവസ്ഥകളുണ്ടായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനക്ക് ബുദ്ധിമുട്ടുകൾ, യുദ്ധങ്ങളുടെ അവസരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് രക്തം വാർന്നൊലിക്കുകയും ബോധരഹിതനാകുകയും, അതുപോലെ തന്നെ സൗർ ഗുഹയിൽ ശത്രുക്കൾ എടുത്തെത്തുമ്പോഴും അപ്പോഴും അള്ളാഹു രക്ഷിച്ചിട്ടുണ്ട്, അള്ളാഹു മക്ർ ചെയ്തിട്ടുണ്ട്, അള്ളാഹു അവിടെ ആകാശത്തിലേക്ക് ഉയർത്തുകയല്ല ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈസാ നബീനെ അള്ളാഹു ആ സമയത്ത് ആ ആകാശം പിളർന്നുകൊണ്ട് ആകാശത്തിലേക്ക് ഉയർത്തി എന്ന് പറയുമ്പോൾ അത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നിന്ദിക്കുന്നത് തുല്യമാണ്. ഹബീബായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചെയ്യാത്ത ആ ഒരു ആ ഒരു രീതി എന്തുകൊണ്ടാണ് ഈസാ അലൈഹി സ്വലാത്തിനെ സംബന്ധിച്ച് വരുന്നത്? ഒരാളോടും, അതായത് ഒരു പ്രവാചകനോടും അള്ളാഹു സ്വീകരിക്കാത്തൊരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ യൂദാസിൻ്റെ കാര്യം പറഞ്ഞു. യൂദാസ് ആണ്, യൂദാസ് ആണെന്നും ഒരു ഇതുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ലാ തസിറു വാസിറത്തും വിസറ ഉഖ്റ എന്നുള്ള ഒരു കാര്യം. കാരണം ഇങ്ങനെ വേറൊരാളെ കുരുതി കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ അള്ളാഹു ഇത്തരത്തിലൊരു മക്ർ ചെയ്യും എന്നുള്ള കാര്യം നമ്മൾ ആ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനൊരു മറുപടി ആയിട്ടാണ് അത് യൂദാസ്, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉറ്റിക്കൊടുത്ത യൂദാസാണ് എന്നും ചില എന്താ പറയുക റിപ്പോർട്ട്സ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് അദ്ദേഹം അർഹിക്കുന്നുവെന്ന്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ എന്താ പറയുക ഒരുപാട് കഥകളുള്ളത് പരിശോധിച്ചാൽ യൂദാസ് എന്ന് മാത്രമൊന്നുമല്ല പറയുന്നത്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ തന്നെ ഒരു ഹവാരിയാണ് അത്. അതായത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിശ്വസിച്ച ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു അനുയായിയാണ് അത് എന്നും പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹവും അതിന് അർഹനാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇതിൽ പറയുന്നത് എല്ലാ ഹവാരികൾക്കും ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ റിസംബ്ലൻസ് കൊടുത്തു. അപ്പോൾ ഈ റിസംബ്ലൻസ് ആർക്ക് കൊടുത്തു എന്നുള്ള കാര്യത്തിൽ ഒരുപാട് ഇഖ്തിലാഫ് ഉണ്ട്. എന്ന് മാത്രമല്ല മുഖത്തിന് മാത്രം ആണ് ആ ഒരു റിസംബ്ലൻസ് കിട്ടിയത്, അതല്ല ബോഡിക്ക് മുഴുവനായിട്ട് കിട്ടിയെന്നുള്ള ഒരുപാട് ഇഖ്തിലാഫ് ഇതിലുണ്ട്. ഇത്രയധികം ഇഖ്തിലാഫ് ഉണ്ടായിട്ടും പല സമയത്തും പറയാറുള്ളത് ഈ ഒരു വിശ്വാസത്തിൽ ഈസാ നബി ആകാശത്തേക്ക് പോയി എന്നുള്ള വിശ്വാസത്തിൽ ഇജ്മാ ഉണ്ടെന്നാണ് അഹ്ലുസുന്നത്തിൻ്റെ. പക്ഷേ അഹ്ലുസുന്നത്തിൻ്റെ അഭിപ്രായം തന്നെ ഇതിൽ പലതാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആക്ഷേപം അവർ പറയുന്നത് അത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ബൽ റഫഉല്ലാഹു ഇലൈഹി എന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച്. പക്ഷേ അള്ളാഹു അദ്ദേഹത്തെ ഇല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ഷൻ പറഞ്ഞിരിക്കുകയാണ്, തന്നിലേക്ക് ഉയർത്തി. അപ്പോൾ ഇല എന്ന് പറയുമ്പോൾ അത് ആകാശമാണ്, അള്ളാഹു ആകാശത്തിരിപ്പാണ് എന്ന് അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെന്താണ് താങ്കൾ പറയാനുള്ളത്? ഇതിൽ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ റഫ എന്ന് പറയുമ്പം അത് നമ്മൾ വീഡിയോയിൽ മുമ്പ് പറഞ്ഞിരുന്നു. അള്ളാഹു ഈ രീതിയിൽ മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇത് ആത്മീയമായിട്ടുള്ള പദവി ഉയർത്തുക എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുക എന്നുള്ളത് ഉദാഹരണങ്ങളൊക്കെ വെച്ച് പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ അല്ലാതെയും ഉപയോഗിക്കാം എന്നുള്ളതിനൊരു ഒരു ഒരു ന്യായീകരണമായിട്ട് പറഞ്ഞതാണ്. ഇവിടെ ഒരു ഡെസ്റ്റിനേഷൻ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ അള്ളാഹുവിലേക്ക് ഇല എന്ന് ചേർത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഫിസിക്കൽ എസെൻഷൻ ആകും, ഒരു ഭൗതികമായിട്ടുള്ള ഉയർത്തലാകും എന്നുള്ളത്. പക്ഷേ ഈ നമ്മുടെ സബ്ജക്റ്റ് ഓഫ് കണ്ടൻഷൻ ആയിട്ടുള്ള ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു
ഇതൊഴിച്ചാൽ ഒരുപാട് സ്ഥലത്ത് ഇത് ഉപയോഗിച്ചെടുത്തൊന്നും തന്നെ റഫ എന്നുള്ളത് അള്ളാഹു ഉപയോഗിക്കുമ്പോഴൊന്നും തന്നെ ഈ ഒരു കാര്യം വരുന്നില്ല. ഇദ്രീസ് നബീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു, റഫഅനഹു മക്കാനൻ അലിയ. അതുപോലെ തന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലത്ത് ജീവിച്ചിരുന്ന ബലാംബാവറിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, വലൗ ഷിഅ്നാ ലറഫഅനാഹു ബിഹ വലാകിന്നഹു അഖ്ലദ ഇലൽ അർദ്. അപ്പം ഈ ഒരു ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഒരു വിഷയം ഒഴിച്ച് ബാക്കി എവിടെയെല്ലാം അള്ളാഹു ഇത് പറഞ്ഞിട്ടുണ്ടോ, ഈ ഒരു കോണ്ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടോ, അവിടെയെല്ലാം തന്നെ പദവി ഉയർത്തുക അല്ലെങ്കിൽ ആത്മീയമായ സ്ഥാനത്തിലുള്ള ഉയർച്ച എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതല്ലാതെ ഭൗതികമായിട്ട് ഫിസിക്കലി അസെൻഡ് ചെയ്യുന്ന ഒരു റഫ എന്ന് പറയുമ്പോൾ ഒരു ചോദ്യം ഉന്നയിക്കപ്പെടാറുള്ളത്, എന്തുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് റഫ എന്ന് പറഞ്ഞു, ആകാശത്തേക്ക് ഉയർത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് റഫ എന്ന് പറഞ്ഞു? അപ്പോൾ ഹസരത്ത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ട് സിദ്ദീഖൻ നബിയ, അദ്ദേഹം സത്യവാനായിട്ടുള്ള പ്രവാചകനാണ്. അപ്പോൾ എന്താ ബാക്കിയുള്ള പ്രവാചകന്മാർ സത്യവാന്മാരല്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഒരു ആക്ഷേപമുണ്ട്. ആ ആക്ഷേപത്തെ ദൂരീകരിക്കുകയാണ് ഉദ്ദേശം. ഇബ്രാഹിം അലൈഹി ഇസ്ലാം 4 പ്രാവശ്യം കളവ് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ കളവ് പറഞ്ഞിട്ടില്ല, സത്യവാനായ പ്രവാചകനാണ് എന്ന് പറയുന്നതിനാണ് വിശുദ്ധ ഖുർആൻ സിദ്ദീഖൻ നബിയ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് യഹൂദികൾ എന്താണ് പറയുന്നത്? അദ്ദേഹത്തെ ഞങ്ങളെ ശബ്ദനാക്കിയിരിക്കുന്നു. ആവർത്തന പുസ്തകത്തിൽ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്, ആരാണോ ക്രൂശിൽ മരിക്കുന്നത് അവൻ ശബ്ദനാണെന്നാണ് ബൈബിൾ പറയുന്നത്. അപ്പോൾ ആ ഒരു ബൈബിളിൻ്റെ വചനത്തെ സത്യവൽക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം അല്ലെങ്കിൽ യേശുവിനെ ഞങ്ങൾ ക്രൂശിലേറ്റിയിരിക്കുന്നു, അങ്ങനെ അദ്ദേഹം ശബ്ദനായിരിക്കുന്നു, ഇനി അദ്ദേഹം മസീഹാണ് എന്ന് വാദിച്ചത് തെറ്റാണ്, അദ്ദേഹം മസീഹല്ല ശബ്ദനാണ് എന്ന് സ്ഥാപിക്കാനാണ് അവിടെ യഹൂദർ ശ്രമിച്ചത്. അപ്പോൾ ആ ഒരു ആക്ഷേപത്തെ അതിനെ റദ്ദ് ചെയ്യുക എന്നുള്ളത് ഖുർആൻ്റെ കർത്തവ്യമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു പറഞ്ഞത് റഫഅനാഹു, അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി, റഫഅല്ലാഹു ഇലൈഹി എന്ന് പറഞ്ഞിരിക്കുന്നത്. അള്ളാഹു അവങ്കലിലേക്ക് അവനെ ഉയർത്തി, അതായത് സ്ഥാനക്കയറ്റം കൊടുത്തു. അതായത് അദ്ദേഹത്തിൻ്റെ മരണം എന്നുള്ളത് മരണത്തിന് ശേഷം എല്ലാ പ്രവാചകന്മാരുടെയും അള്ളാഹ് റഫ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും റഫ ചെയ്യുകയും അദ്ദേഹത്തിന് മഹോന്നതമായിട്ടുള്ള സ്ഥാനം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഈ അള്ളാഹു ആകാശത്താണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതായത് അള്ളാഹുവിലേക്ക് ഉയർത്തിയെന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കുന്നതാണ്, അള്ളാഹുവിലേക്ക് ഉയർത്തിയെന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് ആകാശത്തേക്കാവുക എന്നുള്ളത്. അപ്പോൾ അതിന് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, ഇസ്ലാമിൻ്റെ വിശ്വാസപ്രകാരം അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിൻ്റെ വിശ്വാസപ്രകാരം അള്ളാഹു ആകാശത്താണ് എന്നുള്ളത്. എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഖുർആനെങ്കിലും വായിച്ചാൽ ഇങ്ങനെ ഒരു ആശയം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ്. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറയുന്നതാണ്, ഫഅൈനമാ തുവല്ലു ഫസമ്മ വജ്ഹുല്ലാഹ്, നിങ്ങൾ എവിടെ തിരിഞ്ഞാലും അവിടെ അള്ളാഹുവിൻ്റെ പ്രഭാവം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്, ഞാൻ തൊട്ടടുത്തുണ്ട്, നിങ്ങൾ തൊട്ടടുത്തുണ്ട്. നഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, അള്ളാഹു മനുഷ്യൻ്റെ ജീവനാടിയേക്കാൾ അടുത്താണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും അള്ളാഹു അങ്ങനെ ഒരു സ്ഥലത്ത് മഹദൂദായി നിൽക്കുകയല്ല എന്നുള്ള സൂചനകൾ നമുക്ക് സൂചനകളല്ല, കൃത്യമായിട്ട് വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. ഇത് പറയുമ്പോൾ അള്ളാഹു, ഇപ്പം നമ്മളൊക്കെ തന്നെ ഒരു ഫിസിക്കൽ സ്പേസ് ഒക്കുപ്പൈ ചെയ്യുന്നത് പോലെ അള്ളാഹു മുഴുവൻ സ്പേസിനെയും ഒക്കുപ്പൈ ചെയ്യുന്നു എന്നുള്ളതല്ല അർത്ഥം. കാരണം വിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളത് ലൈസക മിസ്ലിഹി ഷൈ എന്നാണ്, അള്ളാഹുവിനെ പോലെ ഒരു വസ്തുവുമില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ മഖ്ലൂക്ക്, അതായത് ക്രിയേഷനായിട്ടുള്ള കാര്യങ്ങളുടെ നേച്ചർ അല്ലെങ്കിൽ കൈഫിയത്ത്, അത് അള്ളാഹുവിനെ അട്രിബ്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. ഇപ്പോൾ ഈ പ്രത്യേകിച്ച് അൺമാസ്കിങ് അനോമലീസ് എന്ന് പറഞ്ഞാൽ ഈ വിഷയങ്ങൾ സംസാരിക്കുന്ന ആൾക്കാരാണ്, അതായത് നാസ്തികരായിട്ടുള്ള ആളുകൾ ഇത്തരത്തിൽ എന്താ പറയുക, ഇത്തരത്തിൽ കാണിച്ചത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ എടുത്തുകൊണ്ട്, അതായത് ഭൗതികമായിട്ടുള്ള അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള ഈ പ്രപഞ്ചത്തിലുള്ള കാര്യങ്ങളെ വെച്ചുകൊണ്ട് അള്ളാഹുവിനെ അത് അട്രിബ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കും, ഇതിന് മറുപടി പറയാൻ ശ്രമിക്കുന്ന ആളുകളാണ്. പക്ഷേ അവിടെ അവർ കൃത്യമായിട്ട് പറയലുണ്ട്, അള്ളാഹു എല്ലാ ഫിസിക്കൽ ഡയമെൻഷൻസിൽ നിന്നും, അതായത് ഫിസിക്കൽ ഡയമെൻഷൻസിന് അധീനപ്പെട്ട് നിൽക്കാൻ പറ്റുകയില്ല എന്നുള്ളത്. പക്ഷേ എന്നാൽ ഇവിടെ പറയണം അള്ളാഹു ആകാശത്താണ്, അള്ളാഹു കൺഫൈൻഡ് ആയിട്ടാണുള്ളത് എന്ന്. ഇത് വിശുദ്ധ ഖുർആനെതിരായിട്ടുള്ളതാണ് ഒന്ന്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, അള്ളാഹു എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ആകാശത്താണെന്ന് പറയണമെന്നുള്ളതാണ്. അള്ളാഹു എവിടെയാണെന്ന് അവർ തന്നെ പറയുന്നില്ല. അതിൽ അഹ്ലുസുന്നത്തിൻ്റെ കാര്യം പറഞ്ഞു. അഹ്ലുസുന്നത്തിൻ്റെ അഖീദകൾ പറഞ്ഞിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്, ഇമാം തഹാവി എഴുതിയൊരു ഗ്രന്ഥമുണ്ട്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അള്ളാഹുവിന് മനുഷ്യനും അല്ലെങ്കിൽ മഖ്ലൂക്കിനൊക്കെ കൊടുക്കുന്നത് പോലെ ഈ 6 ഡയറക്ഷൻസ് ഒരിക്കലും തന്നെ അള്ളാഹുവിന് കൊടുക്കാൻ പറ്റില്ല എന്ന്. അതുപോലെ തന്നെ മുല്ല അലി ഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, അള്ളാഹു ലൈസ ലഹു മക്കാനും മിനൽ അംകിന, അതായത് അള്ളാഹുവിന് എന്താ പറയുക, സ്ഥാനങ്ങളിൽ ഒരു സ്ഥാനവുമില്ല, ഒരു സ്ഥലത്തും അള്ളാഹു ഇല്ല, അങ്ങനെ ഒരു സ്ഥാനം അള്ളാഹുവിന് കൊടുക്കാൻ സാധിക്കില്ല. വല സമാനും മിനൽ അസ്മിന, അതുപോലെ തന്നെ
കാലങ്ങളിൽ ഒരു കാലത്തിലുമല്ല അള്ളാഹു ഉള്ളത് എന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിന് ഒരു ഹദീസ് ഇവർ ഇതിൽ പറഞ്ഞിട്ടില്ല, അത് എന്താ പറയുക, കാര്യം അവിടെ എഴുതി കാണിക്കുകയാണ് ചെയ്തത്. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ഒരു സ്ത്രീ വന്നു, ഒരു അടിമ സ്ത്രീ വന്നുകൊണ്ട് അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിക്കുകയാണ്, ഐൻ അല്ലാഹ്, അള്ളാഹു എവിടെയാണ് എന്ന് ചോദിക്കുമ്പോൾ അവരതിന് മറുപടി പറഞ്ഞു, അള്ളാഹു ആകാശത്താണ്, ഫിസ്സമാ എന്ന് പറഞ്ഞു. അതിനുശേഷം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ ആരാണെന്ന് ചോദിച്ചു, താങ്കൾ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് പറഞ്ഞു. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവർ മുഅ്മിനെയാണ്, വിശ്വാസിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലാഹ് എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹു ആകാശത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലാണ് ഇതിൽ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഒന്നാമത് വിശുദ്ധ ഖുർആനെതിരായിട്ടുള്ളൊരു അർത്ഥം ഒരു ഹദീസിന് നൽകുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും തന്നെ സ്വീകാര്യമായിട്ടുള്ള അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. വിശുദ്ധ ഖുർആനെതിരായിട്ട് ഒരു ഹദീസിന് എന്താ പറയുക അർത്ഥം നൽകുക എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് സഹി മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീസാണ്. ഈ സഹി മുസ്ലിമിൻ്റെ ഷറഹിൽ, ഇമാം നബവി എഴുതിയ ഷറഹിൽ ഇതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം ഇതിൽ വിശദീകരിച്ച് അദ്ദേഹം ചർച്ച ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഇതിൽ നിന്നും അള്ളാഹു ആകാശത്താണ് എന്ന് ചില കൂട്ടർ പറയാൻ ശ്രമിക്കാറുണ്ട് എന്നുള്ളത്. അതൊരിക്കലും തന്നെ ശരിയല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേ എന്നിട്ട് ഈ ഒരു സംഭവം എടുത്തു പറയാണ്. ഇവിടെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ അല്ലാഹ് എന്ന് ചോദിച്ചുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, പറയുന്നത് കാനൽ മുറാദു ഇംതിഹാനുഹ, അതായത് ആ സ്ത്രീ അവരുടെ വിശ്വാസം എന്താണ് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിക്കുകയായിരുന്നു. ഹൽ ഹിയ മുവഹിദ, അതായത് അവരൊരു തൗഹീദിൽ വിശ്വസിക്കുന്ന സ്ത്രീയാണോ എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിശോധിക്കുകയായിരുന്നു. കാരണം അതല്ല അവർ ബിംബാരാധകയാണോ എന്നുള്ളത്. കാരണം ബിംബത്തിനെ ആരാധിക്കുന്ന ഒരു സ്ത്രീയാണെങ്കിൽ അള്ളാഹു എവിടെയെന്ന് ചോദിച്ചാൽ ബിംബങ്ങൾ നമ്മുടെ മുമ്പിൽ, നമ്മുടെ കൺമുന്നിലുള്ള സാധനങ്ങളാണ്. അപ്പം കൺമുന്നിലുള്ള സാധനങ്ങളെ പറയാതെ അള്ളാഹു ആകാശത്താണെന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചും അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാ ദാഹു ദാഇ ഇസ്തഖ്ബല സമാ, അതായത് ഒരു വ്യക്തി ദുആ ചെയ്യുമ്പം ആ വ്യക്തി ആകാശത്തേക്കാണ് നോക്കുക. അതിൻ്റെ അർത്ഥം അള്ളാഹു ആകാശത്താണെന്നല്ല. ഏതുപോലെ ഒരാൾ നമസ്കരിക്കുമ്പം ഇതാ സല്ലൽ മുസല്ലി ഇസ്തഖ്ബലൽ കഅബ, നമ്മൾ നമസ്കരിക്കുമ്പം കാബയിലേക്ക് നമ്മൾ തിരിയുന്നത് പോലെ, കാബയിൽ അള്ളാഹു കൺഫൈൻഡ് അല്ല, മുൻഹസിറല്ല. അതുപോലെ തന്നെ നമ്മൾ ദുആ ചെയ്യുമ്പോഴൊക്കെ തന്നെ, അള്ളാഹുവിനെ വിളിക്കുമ്പോഴൊക്കെ തന്നെ നമ്മൾ ആകാശത്തേക്ക്, അതായത് ഒരു ദുആ ചെയ്യുമ്പോൾ ഒരു കിബിലയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിൻ്റെ അർത്ഥം അള്ളാഹു കാബയിൽ ഏതുപോലെ അള്ളാഹു കൺഫൈൻഡ് അല്ലോ അതുപോലെ തന്നെ അള്ളാഹു ആകാശത്തും കൺഫൈൻഡ് അല്ല എന്നാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ് ലാ ഖിലാഫ് ബൈനൽ മുസ്ലിമീൻ, അതായത് മുസ്ലിങ്ങൾക്കിടയിൽ, ഇമാമിങ്ങൾക്കിടയിൽ, പ്രത്യേകിച്ച് പൂർവികരായിട്ടുള്ള ഇമാമിങ്ങൾക്കിടയിൽ ഈ ഒരു കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. ഏത് കാര്യത്തിൽ? അള്ളാഹുവിനെ സംബന്ധിച്ച് ഇത്തരത്തിൽ, അതായത് അള്ളാഹു ആകാശത്താണ്. ഖുറാനിൽ തന്നെ ഒരായത്തുണ്ട്, അമിൻതും മൻഫിസ് സമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ ആകാശത്തിലുള്ളവൻ്റെ കാര്യത്തിൽ നിങ്ങൾ നിർഭയരായോ, നിങ്ങൾക്ക് അള്ളാഹുവിനെ പേടിയില്ലേ എന്ന് ചോദിക്കുന്ന ആയത്ത്. അതുപോലെ തന്നെയുള്ള സമാനമായിട്ടുള്ള ആയത്തുകൾ, അതെല്ലാം തന്നെ സ്വീകരിക്കേണ്ടത് അത് അക്ഷരാർത്ഥത്തിലല്ല, നേരെ മറിച്ച് അതായത് ലൈസത്ത് അല വാഹിരിഹ, അത് അക്ഷരാർത്ഥത്തിൽ എടുക്കാൻ പാടില്ല. ബൽ മുതഅവ്വലത്തുൻ ഇൻദ ജമീഇഹിം, അത് മെറ്റഫോറിക്കലായി അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തുകൊണ്ടാണ് എടുക്കേണ്ടത് എന്നാണ് എല്ലാ ഉലമാക്കളും പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, പിന്നീട് വന്ന ചില ആളുകൾ ഇത് അള്ളാഹു ആകാശത്താണ്, അള്ളാഹുവിന് ജിഹത്ത്, അവിടെ ഇതേ വാക്കാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്, അള്ളാഹുവിന് ഡയറക്ഷൻ ഉണ്ട്, അള്ളാഹുവിന് ജിഹത്ത് ഉണ്ട് എന്ന് ഇതിലൂടെ സമർത്ഥിക്കാൻ ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിന് രൂപമൊന്നുമില്ല, വെറും ഡയറക്ഷൻ ഉണ്ട് എന്ന് മാത്രം ഇതിലൂടെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അത് അദ്ദേഹം ചോദിക്കുകയാണ്, ഹൽ ബൈനൽ തക്കീഫി വ ഇസ്ബാത്തിൽ ജിഹാത്തി ഫറഖ്, അതായത് അള്ളാഹുവിന് ഡയറക്ഷൻ ഉണ്ട് എന്ന് പറയുന്നതിലും അള്ളാഹുവിന് രൂപമുണ്ട് എന്ന് പറയുന്നതിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്ന്. കാരണം അള്ളാഹുവിന് ഒരു സ്ഥലമുണ്ട്, ഒരു സ്ഥലത്ത് ഒരു ഡയറക്ഷൻ ഉണ്ട്, ആ ഡയറക്ഷനിൽ അള്ളാഹു കൺഫൈൻഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ രൂപമുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എന്ന് ഇമാം നബവി ഇവിടെ വളരെ വ്യക്തമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഇങ്ങനെ പറയുന്ന ആൾക്കാർക്കുള്ള മറുപടിയാണ്. അപ്പോൾ ഒരു രീതിയിലും അള്ളാഹു ആകാശത്താണ് എന്നുള്ള വിശ്വാസം ഇസ്ലാമിലുണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ ശരിയല്ല. ഒന്നാമത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന് തീർത്തും എതിരായിട്ടുള്ളൊരു വിശ്വാസമാണ്. എന്ന് മാത്രമല്ല ഇവർ തന്നെ കൊണ്ടുവന്ന ഹദീസിൻ്റെ യഥാർത്ഥ വിവക്ഷ എന്താണെന്ന് നോക്കിയാൽ അത് അങ്ങനെ ഒരു അർത്ഥമല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയുന്നത് മുതവഫീക എന്നുള്ള വാക്ക്, അതിൻ്റെ അർത്ഥം ശരീരത്തോടു കൂടി എടുക്കുക എന്നുള്ളതാണ്. തവഫ എന്നുള്ള വാക്ക് പല ഭാഗത്ത് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവർ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത് മുതവഫീക എന്നുള്ള പദം കൊണ്ടുള്ള അർത്ഥം ശരീരത്തോടു കൂടി എടുക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണോ വിശുദ്ധ ഖുർആനിൽ? ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വിശദീകരിച്ചതിനെ സംബന്ധിച്ച് പറഞ്ഞതാണ്. അതായത് മുതവഫീക എന്നുള്ള വാക്ക് അത് അള്ളാഹു ഫായിലും, അതായത് അള്ളാഹു സബ്ജക്റ്റും മനുഷ്യൻ അതല്ലെങ്കിൽ ആത്മാവുള്ള
ശരീരവും ആത്മാവും കൂടിയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം, അതായത് മനുഷ്യൻ, ജീവനുള്ള വസ്തുക്കൾ, ഓബ്ജക്റ്റുമായിട്ട് ബാബ് തഫഉൽ ഇത് വരികയാണെങ്കിൽ, അതായത് ഉറക്കം രാത്രി എന്നുള്ള ആ ഒരു കോണ്ടെക്സ്റ്റൊന്നും അല്ലാതെ കൃത്യമായ രീതിയിൽ വരികയാണെങ്കിൽ അതിന് ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുക എന്നുള്ള അർത്ഥമല്ലാതെ ശരീരത്തോടു കൂടി പിടിച്ചെടുക്കുക എന്നുള്ളൊരു അർത്ഥം വിശുദ്ധ ഖുർആനിലും കാണാൻ സാധിക്കില്ല, ഹദീസുകളിലും എവിടെയും തന്നെ കാണാൻ സാധിക്കില്ല എന്നുള്ളത് ആത്മാവിനെ എടുക്കുക എന്ന് പറഞ്ഞാൽ മരണമാണ്. അപ്പോൾ അതല്ലാത്തൊരു അർത്ഥം ശരീരത്തോടു കൂടി പിടിച്ചെടുക്കുക എന്നുള്ളൊരു അർത്ഥം ഒരിക്കലും തന്നെ കിട്ടില്ല. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി 2 സ്ഥലത്താണ് തവഫ എന്നുള്ള പദം വന്നിട്ടുള്ളത്. അതിൽ ഒരു സ്ഥലത്ത് ഫലമ തവഫീത്തിന് എന്ന് അസൂറ മായതിൽ പറഞ്ഞ അതേ വാക്യം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മൾ പറഞ്ഞിരുന്നു. ഹസ്രത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മുത്തവഫീക്ക എന്നുള്ളതിന് അർത്ഥം കൊടുത്തു. മുത്തവഫീക്ക നിനക്ക് വഫാത്തു നൽകുന്നവൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുമീത്തൂക്ക, നിന്നെ മരിപ്പിക്കുന്നവനാണ് എന്ന് പറഞ്ഞ ആ കൗല് ബുഖാരി രേഖപ്പെടുത്തിയത് നമ്മൾ എടുത്ത് പറഞ്ഞിരുന്നു. ഇതിനൊന്നും തന്നെ അവർ മറുപടി നൽകിയിട്ടില്ല. വെറുതെ വീണ്ടും ഈ ആയത്ത് വന്നപ്പോൾ അതിന് അതേ രീതിയിൽ ആദ്യം കൊടുത്ത അതേ അർത്ഥം പരിപൂർണമായിട്ടും ഏറ്റെടുക്കുക, പിടിച്ചെടുക്കുക എന്നുള്ള അർത്ഥം അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്തത്. അതല്ലാതെ നമ്മൾ പറഞ്ഞ കാര്യത്തിന് ഒരു മറുപടി തെളിവുകൾക്കൊന്നും അതിനൊന്നും തൊടുക ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു വിചിത്രമായിട്ടുള്ളൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് അവസാന കാലത്ത് വരുമെന്ന് പറയുമ്പോൾ അഞ്ചല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ റഫ എന്ന് പറയുമ്പോൾ സ്ഥാനക്കയറ്റമായിട്ട് ആത്മീയ സ്ഥാനങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഈ അഞ്ചല എന്ന് പറയുമ്പോൾ ആത്മീയപരമായിട്ട് അദ്ദേഹത്തെ ഇകഴ്ത്തിയതാണോ, അങ്ങനെയാണോ അതിനർത്ഥം കൊടുക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇതിന് ചോദിക്കാനുള്ളത് വീണ്ടും വിശുദ്ധ ഖുർആൻ വായിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അഞ്ചല എന്നുള്ളത് അള്ളാഹു ഒരുപാട് സ്ഥലത്ത് വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ ഈ രീതിയിൽ ഒന്നുകിൽ ഇവർ പറയുന്ന അനുസരിച്ചിട്ട് ഭൗതികമായിട്ട് ഫിസിക്കലായിട്ട് അസെൻഡ് ചെയ്തു എന്ന് പറയേണ്ടി വരും. അതില്ലെങ്കിൽ പിന്നെ റഫാൻ്റെ നേരെ ഓപ്പോസിറ്റ് ആത്മീയമായിട്ട് ഇകഴ്ത്തി എന്നുള്ള അർത്ഥം കൊടുക്കേണ്ടി വരും എന്ന് പറഞ്ഞാൽ വളരെ വിചിത്രമായിട്ടുള്ള വാദമാണ്. കാരണം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വേണ്ടിയിട്ട് അള്ളാഹു അൻസല എന്നുള്ള പദം വിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റൻ റസൂല. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിന് വേണ്ടിയിട്ട് അൻസല നസല എന്നുള്ള പദങ്ങൾ വിശുദ്ധ ഖുർആനിൽ ഉടനീളം നമുക്ക് ഉപയോഗിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയൊക്കെ വിശുദ്ധ ഖുർആൻ്റെ മഹാത്മ്യം ഇകഴ്ത്തി, അല്ലെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആത്മീയമായിട്ട് അള്ളാഹു ഇകഴ്ത്തി എന്നുള്ള അർത്ഥമാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ ഒരുപാട് സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹു മനുഷ്യന് വേണ്ടിയിട്ട് മനുഷ്യന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ വസ്ത്രത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു, അതുപോലെ തന്നെ നാൽക്കാലികൾ ഇറക്കി തന്നിരിക്കുന്നു. നാൽക്കാലികളൊക്കെ ആകാശത്ത് നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതാണ്. അത് ഒന്ന് അള്ളാഹു, അതിൻ്റെ സ്രോതസ്സ് അള്ളാഹു മനുഷ്യന് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ആ ഒരു മഹോന്നതമായ സ്ഥാനം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അള്ളാഹുവിൽ നിന്ന് വരുന്നു എന്നുള്ളത് കൊണ്ട് ആ ഒരു അൻസല എന്നുള്ളത് ഉപയോഗിക്കുന്നു. രണ്ടാമത് മനുഷ്യന് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരാശിക്ക് മൊത്തം ഒരു അനുഗ്രഹമായിട്ടാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ മാനവരാശിക്ക് മുഴുവൻ ഹിദായത്തായിട്ടാണ് വിശുദ്ധ ഖുർആൻ വന്നിട്ടുള്ളത്. അപ്പോൾ ആ ഒരു സ്ഥാനം സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അൻസല എന്നുള്ള വാക്ക് വരുന്നത്. അപ്പോൾ ഇത് അവിടെ റഫ എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ഉയർത്തലാണെങ്കിൽ നസല എന്ന് പറഞ്ഞാൽ ആത്മീയമായിട്ട് ഇകഴ്ത്തലാണോ എന്നുള്ളത് വളരെ എന്താണ് പറയുക, വളരെ ബാലിശമായിട്ടുള്ള എന്തെങ്കിലും ഒരു മറുപടി പറയണം എന്നുള്ളതുകൊണ്ട് എന്തെങ്കിലും ഒരു മറുപടി പറയാം. അതിൽ കവിഞ്ഞ് ഇതിൽ വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ ഇതിൽ യാതൊരു വസ്തുതയും ഇല്ല, യാഥാർത്ഥ്യവും ഇല്ല എന്നുള്ളതാണ്. ഈ നസല എന്നുള്ള പദത്തിനെ പിടിച്ചുകൊണ്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് നിന്ന് ഇറങ്ങണമെന്ന് വാശി പിടിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യം തൗഫി എന്നുള്ള വാക്ക് അത് സ്ഥാപിക്കാദ്യം. താഫി എന്നുള്ള വാക്ക് കൊണ്ട് അദ്ദേഹത്തെ ആകാശത്തേക്ക് ഭൗതികമായിട്ട് കയറിയാൽ മാത്രമല്ല ഭൗതികമായിട്ട് ഇറങ്ങാൻ പറ്റുള്ളൂ. ജഡികമായിട്ട് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിനെ അള്ളാഹു ആകാശത്തേക്ക് ഉയർത്തി എന്നുള്ള വാദം ആദ്യം അത് സ്ഥാപിക്കണം. ഈസാ അലൈഹി സ്വലാം ആകാശത്ത് പോയിട്ടുണ്ടെങ്കിലേ ആകാശത്തിന് ഇറങ്ങാൻ പറ്റുകയുള്ളൂ. അതെ. പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറഞ്ഞത്, ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പം ഒരു ഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഉയർത്തിയെന്നും പിന്നെ മറുഭാഗത്ത് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുമെന്നും പറയുമ്പോൾ അത് ഫിസിക്കലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. അതായത് രണ്ടും കൂടി ഒരുമിച്ച് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പറഞ്ഞത് ഞാനിപ്പോൾ പറഞ്ഞു ഇവിടെ. അതായത് ഖദ് അൻസലല്ലാഹു ഇലൈക്കും ദിക്റൻ റസൂല എന്ന് മുഹമ്മദ് നബിക്ക് വേണ്ടിയിട്ട് ഇറക്കി നസല എന്നുള്ള പദം ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന ദുആ ആണ് വർഫഅനി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വയം ആ ദുആ ചെയ്തിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലത്തിൻ്റെ ദുആ എന്തായാലും സ്വീകരിക്കപ്പെടാണ്ടിരുന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇത് രണ്ടും മുഹമ്മദ് നബിക്ക് വേണ്ടി ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് നിന്ന് അള്ളാഹു ഇറക്കി, പിന്നെ ആകാശത്തേക്ക് തന്നെ അള്ളാഹു കയറ്റി. ഇതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം വേണ്ടേ? ഒരു മുസ്ലിം നമസ്കാരത്തിൽ 5 പ്രാവശ്യം പല പ്രാവശ്യമായിട്ട് നമസ്കാരത്തിൽ വർഫാനി എന്ന് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു മുസ്ലിമിനെ ഇതുവരെ ആകാശത്തേക്ക് ഉയർത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ അവർ ഈ വീഡിയോയിൽ
നമ്മൾ പറഞ്ഞിട്ടുള്ള കോർ പോയിൻറ്റ്സുകൾ അതിനെ ബൈപ്പാസ് ചെയ്തുകൊണ്ട് ചില ന്യായീകരണങ്ങൾ വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ മുൻകഴിഞ്ഞ വീഡിയോയിൽ ഹദരത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോയി എന്ന് വിശുദ്ധ ഖുർആനിൽ നിന്ന് സ്ഥാപിതമായി. തോഫി എന്നുള്ള വാക്ക് അള്ളാഹു ഈസാ അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി 2 ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ പല ഭാഗങ്ങളിൽ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വഫാത്തായി പോയി എന്ന് സൂചിപ്പിച്ചുകൊണ്ട് പല ആയത്തുകളുമുണ്ട്. ഇതെല്ലാം സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ ഇതിനൊന്നും അവർ ഉത്തരം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ റഫ എന്നുള്ള വാക്കുകൊണ്ട് ശരീരത്തോടു കൂടി എടുക്കുക എന്നുള്ള അർത്ഥം എങ്ങനെയാണ് ലഭിക്കുക എന്ന് നമ്മൾ ചോദിക്കുകയുണ്ടായി. അതിനും അവർ ഉത്തരം നൽകിയിട്ടില്ല. പിന്നെ മറ്റൊരു വിചിത്രമായിട്ടുള്ള വാദം പറയുന്നത് ഇലല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് അള്ളാഹുലേക്ക് റഫ അള്ളാഹു ഇലൈ എന്ന് ഇല എന്നുള്ള പദം ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹു ഒരു ഡയറക്ഷനിലാണുള്ളത്, ആകാശത്താണുള്ളത് എന്നുള്ളൊരു വാദം അവർ വെക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ വിശുദ്ധ ഖുർആൻ നമ്മൾ വായിക്കുമ്പോൾ ഒരിക്കലും അങ്ങനെ ഒന്നും ലഭിക്കുന്നില്ല. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഹസരത്ത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ കാര്യം പറയുന്നുണ്ട്, ഇന്നി ദാഹിമും ഇലാ റബ്ബി എന്ന്. അതായത് ഞാൻ എൻ്റെ റബ്ബിലേക്ക് പോവുകയാണ്, ഇലാ റബ്ബി എന്നാണ് പറയുന്നത്. അപ്പോൾ ആകാശത്തിലേക്ക് പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ അള്ളാഹു ഉള്ള അടുത്തേക്ക്, ഇപ്പം അള്ളാഹു ഇല്ലാത്തൊരു സ്ഥലത്ത് നിന്ന് അള്ളാഹു ഉള്ള ഒരു സ്ഥലത്തേക്ക് ഞാൻ പോവുകയാണെന്നുള്ള അർത്ഥം അങ്ങനെയും ഒരിക്കലും സാധ്യമല്ല അങ്ങനെ പറയുക. അതുപോലെ തന്നെ ഫഫിറു ഇലല്ലാ എന്ന് പറയുന്നുണ്ട്, അള്ളാഹുലേക്ക് നിങ്ങൾ ഓടിപ്പോവുക എന്ന്. അപ്പോൾ ആകാശത്തേക്ക് പോവുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അതുപോലെ തന്നെ എല്ലാ മുസ്ലിമും എന്തെങ്കിലും മുസീബത്ത് വരുമ്പോൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലാ എന്ന് അവിടെയും പറയുന്നുണ്ട്, അള്ളാഹുലേക്ക് നാം പോകുന്നവനാണ് എന്ന്. അപ്പോൾ ആകാശത്തേക്ക് പോകുന്നവനാണ് എന്ന് അർത്ഥം അവിടെയും വരുന്നില്ല. അപ്പോൾ വളരെ വ്യക്തമായിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ്റെ ഈ ഒരു അധ്യാപനങ്ങൾക്ക് നിരക്കാത്ത വിശ്വാസമാണ് ഹസരത്ത് ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ആകാശത്ത് പോയിക്കൊണ്ട് 2000 വർഷത്തോളം ഇന്ന് വരെ അത് ആകാശത്ത് തന്നെ ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം ജീവിക്കുന്നു എന്നുള്ള വിശ്വാസം വിശുദ്ധ ഖുർആനോ ഹദീസുകൾക്കോ നിരക്കാത്ത വിശ്വാസമാണ് എന്ന് നാം ആ ഒരു വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ അതിന് എതിരെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ അത് കൊണ്ടുവരിക. അള്ളാഹു നമുക്ക് യഥാർത്ഥ രീതിയിൽ എന്താണ് വിശുദ്ധ ഖുർആൻ്റെ യഥാർത്ഥ അധ്യാപനമെന്ന് അത് മനസ്സിലാക്കിക്കൊണ്ട് പിന്തുടരാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.